ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗവൺമെൻറ് ആൻഡ് ദ ബജറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഗവൺമെൻറ് ആൻഡ് ദി ബജറ്റ്. ഗവൺമെൻറ്റിൻ്റെ വരവ് ചെലവുകളുടെ വാർഷിക ധനകാര്യ പ്രസ്താവനയാണ് ബജറ്റ്. ഗവൺമെൻറ്റിൻ്റെ വരവ് ചെലവുകളുടെ വാർഷിക ധനകാര്യ പ്രസ്താവനയെ എന്തു പറയാം? ബജറ്റ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ, അതായത് ഒരു ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ബജറ്റ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ ഉണ്ടാവും? ഇൻകവും എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെൻറ് ഇൻകം ഉണ്ടാവും, അതുപോലെ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. ഇൻ ഇന്ത്യ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട്സ് ഫ്രം 1 April ടു March 31. അതായത് ഇന്ത്യയിലെ ധനകാര്യ വർഷം എന്ന് പറഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് April 1 തൊട്ടിട്ട് March 31 വരെയാണ്. അപ്പോൾ 2025 April 1 തൊട്ടിട്ട് 2026 March 31 വരെയാണ് എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ ഇയർ അഥവാ ധനകാര്യ വർഷം എന്ന് പറയുന്നത്. ഈ ബജറ്റിനെ രണ്ടായി തിരിക്കാം. റവന്യൂ ബജറ്റ് എന്നും മൂലധന ബജറ്റ് എന്നും അല്ലെങ്കിൽ ക്യാപിറ്റൽ ബജറ്റ് എന്നിങ്ങനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ബജറ്റിനെ രണ്ടായി തിരിക്കാം. റവന്യൂ ബജറ്റ് ആൻഡ് ക്യാപിറ്റൽ ബജറ്റ് എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. ദെൻ എന്താണ് ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് റെസീറ്റ് എന്നാണ്. റെസീറ്റുകളെ അഥവാ റവന്യൂവിനെ എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. അതെങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? റവന്യൂ റെസീറ്റുകളെന്നും ക്യാപിറ്റൽ റെസീറ്റുകൾ എന്നിങ്ങനെ റവന്യൂടെ കിട്ടുന്ന വരുമാനം, അതായത് ഗവൺമെൻറ് കിട്ടുന്ന വരുമാന സ്രോതസ്സാണ് ഇവിടെ റെസീറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ റെസീറ്റുകളെ രണ്ടായി തിരിക്കാം. റവന്യൂ റെസീറ്റുകൾ അഥവാ റവന്യൂ വരുമാനങ്ങളെന്നും ക്യാപിറ്റൽ റെസീറ്റുകൾ അഥവാ മൂലധന വരുമാനങ്ങൾ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. അപ്പോൾ എന്താണ് ഈ റവന്യൂ റെസീറ്റ്, അതുപോലെ എന്താണ് ക്യാപിറ്റൽ റെസീറ്റ് എന്നതാണ് നമുക്കവിടെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാനുള്ളത്. അപ്പോൾ എന്താ നോക്കാം. റവന്യൂ റെസീറ്റ് ഗവൺമെൻറ്റിന് ബാധ്യതകൾ ഉണ്ടാക്കുകയോ ഗവൺമെൻറ്റിൻ്റെ ആസ്തികൾ ക്ഷയിപ്പിക്കുകയോ ചെയ്യാത്ത വരുമാനത്തെ എന്ത് പറയാം? റവന്യൂ റെസീറ്റുകൾ എന്ന് പറയാം. അതായത് ഗവൺമെൻറ്റിന് എന്തുണ്ടാക്കില്ല? ഡസ് നോട്ട് ക്രിയേറ്റ് ലയബിലിറ്റി, യാതൊരു ബാധ്യത ഉണ്ടാക്കുന്നില്ല. ഗവൺമെൻറ് അസറ്റുകളൊന്നും ഡിപ്ലീഷൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്നില്ല. അത്തരത്തിലുള്ള ഇൻകത്തെ അല്ലെങ്കിൽ വരുമാനത്തെ എന്തു പറയാം? റവന്യൂ റെസീറ്റുകൾ അഥവാ റവന്യൂ വരുമാനങ്ങൾ എന്ന് പറയാം. ഈ റവന്യൂ വരുമാനത്തെ എഗെയിൻ രണ്ടായി തിരിച്ചു. അതാണ് ടാക്സ് റവന്യൂ, അതുപോലെ നികുതി വരുമാനം എന്നും നോൺ ടാക്സ് റവന്യൂ അഥവാ നികുതി ഏതര വരുമാനം എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. അപ്പോൾ റവന്യൂ റെസീറ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നു? രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ടാക്സ് റവന്യൂ ആൻഡ് നോൺ ടാക്സ് റവന്യൂ. എന്താണ് ഈ ടാക്സ് റവന്യൂ നോക്കാം. നികുതികളിലൂടെ കിട്ടുന്ന വരുമാനത്തെ എന്തു പറയാം? ടാക്സ് റവന്യൂ. അതിൻ്റെ പേര് പോലെ തന്നെ അല്ല, ടാക്സിലൂടെ. ടാക്സ് റവന്യൂ ഈസ് എ ഇൻകം ഫ്രം ടാക്സ്. അതായത് ടാക്സിലൂടെ കിട്ടുന്ന വരുമാനമാണ് എന്ത്? ടാക്സ് റവന്യൂ അഥവാ അല്ലെ നികുതി വരുമാനം. നികുതിയിലൂടെ കിട്ടുന്ന വരുമാനമാണ് നികുതി വരുമാനം. ഈ നികുതി വരുമാനത്തെ എഗെയിൻ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. അതായത് പ്രത്യക്ഷ നികുതികളെന്നും പരോക്ഷ നികുതികളെന്നും നികുതി വരുമാനത്തെ തരംതിരിക്കാം. നികുതി വരുമാനം എന്താണെന്ന് ക്ലിയർ ആയല്ലോ. റവന്യൂ റെസീറ്റിൽ രണ്ട് തരത്തിലുള്ള റെസീറ്റാണ് ഗവൺമെൻറ് കിട്ടുക. ഒന്ന് ടാക്സും മറ്റൊന്ന് നോൺ ടാക്സ്. അപ്പോൾ ടാക്സ് റവന്യൂ എന്താണെന്നാണ് പറഞ്ഞത്? ടാക്സിലൂടെ കിട്ടുന്ന റവന്യൂ ആണ് ടാക്സ് റവന്യൂ. ഈ ടാക്സ് റവന്യൂവിനെ പ്രത്യക്ഷ നികുതികളെന്നും പരോക്ഷ നികുതി അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും തരംതിരിക്കാം. ഇനി എന്താണ് ഈ ഡയറക്റ്റ് ടാക്സ്? ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മേൽ ചുമത്തുന്ന നികുതിയാണ്. അതായത് ഓരോ വ്യക്തികൾക്കും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും മുകളിൽ ചുമത്തുന്ന ടാക്സിന് എന്ത് പറയാം? ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. അപ്പോൾ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ഇൻഡിവിജ്വൽസിനോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മുകളിലുള്ള ടാക്സ് ആണ് ഇത് ഡയറക്റ്റ് ടാക്സ്. അതിന് എക്സാമ്പിളാണ് ഇൻകം ടാക്സ് അഥവാ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ. ഇതിന് എക്സാമ്പിളാണ്, ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളാണ്. അപ്പോൾ എന്താണ് ഡയറക്റ്റ് ടാക്സ്? ക്ലിയർ ആയല്ലോ. അതായത് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഇമ്പോസ്ഡ് ഓൺ ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്ത്? ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതിൽ ഇൻകം ടാക്സും പെടും, കോർപ്പറേറ്റ് ടാക്സും പെടും. ഇനി രണ്ടാമത്തെ നികുതി, അതായത് റവന്യൂ റെസീറ്റിൽ ഒന്നാമത്തെ റവന്യൂ ആയ ടാക്സ് റവന്യൂയാണ് ഇപ്പോൾ നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്ത് അല്ലേ. ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും അല്ലേ. അപ്പോൾ ഇതിൽ നെക്സ്റ്റ് ടാക്സ് ഏതാ? ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് നോക്കാം. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ പരോക്ഷ നികുതി. അതായത് സാധനങ്ങൾക്കും സേവനങ്ങൾക്കും മേൽ ചുമത്തുന്ന നികുതിയാണ് പരോക്ഷ നികുതി. അതായത് ഓരോ സാധനത്തിൻ്റെയും മുകളിൽ ചുമത്തുന്ന നികുതി. അത് നമ്മൾ നേരിട്ട് ആ സാധനത്തിന് ഇന്ന നികുതി പറഞ്ഞിട്ട് നമ്മൾ എവിടെയോ ഗവൺമെൻറ് ഒരു സ്ഥാപനത്തിലും പോയിട്ട് നമ്മൾ നികുതി അടയ്ക്കുന്നില്ല അല്ലേ. അല്ലാതെ നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ആ പർച്ചേസ് ചെയ്യുന്ന അതിൻ്റെ ആ പ്രൈസ് ഉണ്ടാവില്ലേ, ആ പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ടാക്സാണ് ഇത് പരോക്ഷ നികുതി. അതാണ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മുകളിലുള്ള ടാക്സ് എന്ന് പറയുന്നത്. നമ്മൾ വാങ്ങിക്കുന്ന പാക്കറ്റ് ഗുഡ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റിയ അതിലുണ്ടാവും ഇൻക്ലൂസീവ് ഓൾ ടാക്സസ് എന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലേ. അപ്പം എന്താ അത് പറയുന്നത്? അതായത് ആ സാധനത്തിൻ്റെ ടാക്സ് മുഴുവൻ അതിലുണ്ട്. ഇൻഡയറക്റ്റ് ടാക്സ് അഥവാ പരോക്ഷ നികുതികൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മേൽ ചുമത്തുന്ന
നികുതികളാണ് പരോക്ഷ നികുതി. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ഏത് പറയാം? ചരക്കു സേവന നികുതി അഥവാ GST, ഗൂഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നൊക്കെ പറയില്ലേ, അത് ഏതിന് എക്സാമ്പിളാണ്? പരോക്ഷ നികുതി അഥവാ ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളാണ്. മറ്റൊരു ടാക്സാണ് കസ്റ്റംസ് ടാക്സ്, അതുപോലെ എക്സൈസ് ടാക്സ്. നമ്മൾ കയറ്റുമതി ചെയ്യുമ്പോൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുന്ന ടാക്സുകളെല്ലാം എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സ് അഥവാ പരോക്ഷ നികുതികൾക്ക് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് ഏതാ? ടാക്സ് റവന്യൂ ആണ്. ഏതാ ടാക്സ് റവന്യൂ? അതായത് റവന്യൂ റെസീറ്റിന് രണ്ടായി തിരിച്ചെന്ന് പറഞ്ഞല്ലോ, ടാക്സ് റവന്യൂ ആൻഡ് നോൺ ടാക്സ് റവന്യൂ. അതിൽ ടാക്സ് റവന്യൂ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ടാക്സ് റവന്യൂവിനെ അല്ലെ ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും തരംതിരിക്കാം. അപ്പോൾ അതിൽ ഡയറക്റ്റ് ടാക്സ് എന്താണ്, പരോക്ഷ നികുതി എന്താണ് അല്ലേ, അതുപോലെ പ്രത്യക്ഷ നികുതി എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ ഇനി രണ്ടാമത്തെ ടാക്സ് ആണ്. അതായത് രണ്ടാമത്തെ വരുമാനം കിട്ടുന്ന ഏതാ? ഒന്ന് പറഞ്ഞു ഏതാ? ടാക്സിലൂടെ, മറ്റൊന്ന് നോൺ ടാക്സ് അല്ലേ. അപ്പോൾ അത് നോൺ ടാക്സ് റവന്യൂ എന്താണെന്നാണ് ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കൂ, നോൺ ടാക്സ് റവന്യൂ അഥവാ നികുതി ഇതര വരുമാനം. നികുതികൾക്ക് പുറമേയുള്ള സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെ എന്ത് പറയാം? നികുതി ഇതര വരുമാനം. അത് നികുതി അല്ലാത്ത വരുമാനം. നികുതി അല്ലാതെ കിട്ടുന്ന വരുമാനം ഉണ്ടാവില്ലേ? അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഫീസുകൾ, പിഴകൾ, പലിശകൾ. അതായത് ഫൈനുകൾ അല്ലേ, ഫീസുകൾ, അതെല്ലാം ഇതിൽ ഉൾപ്പെടുന്ന നോൺ ടാക്സ് റവന്യൂ. അപ്പോൾ ഇൻകം ഫ്രം സോഴ്സ് അതർ ദാൻ ടാക്സ് അല്ലാതെ കിട്ടുന്ന സോഴ്സ്. ഇപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? എന്താണ്, വാഹനം ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിൽ അതിനെ പിഴ ഈടാക്കുന്നതാണ് അല്ലേ. അതുപോലെ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ എന്താ? പിഴയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഫീസുകൾ, പിഴകൾ, പലിശകൾ, അതൊക്കെ ഏതിന് എക്സാമ്പിളാണ്? നോൺ ടാക്സ് റവന്യൂവിന് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ റവന്യൂ റെസീറ്റിനെ രണ്ടായി തിരിച്ചെന്ന് പറഞ്ഞു. റവന്യൂ റെസീറ്റ് ഏതൊക്കെ രണ്ടായി തിരിച്ചത്? ഒന്ന് ടാക്സ് റവന്യൂ, മറ്റൊന്ന് നോൺ ടാക്സ് റവന്യൂ. ഇത് രണ്ടുമാണ് ഇപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ദെൻ നെക്സ്റ്റ് ആണ് ഇനി ക്യാപിറ്റൽ റെസീറ്റ്. എന്താണ് ക്യാപിറ്റൽ റെസീറ്റ് അഥവാ മൂലധന വരുമാനം? ഗവൺമെൻറ്റിന് ബാധ്യതകൾ ഉണ്ടാക്കുന്നതും ഗവൺമെൻറ്റിൻ്റെ ആസ്തികൾ കുറയ്ക്കുന്നതിന് എന്ത് പറയാം? ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറയാം. അതായത് അവിടെ എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്? ഇത് ഗവൺമെൻറ് ലയബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യാണ്. ഗവൺമെൻറ്റിന് ലയബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നവയാണ് ഏതെന്ന് പറയുന്നത്? ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറയുന്നത്. ആൻഡ് റെഡ്യൂസ് അസറ്റ്, ഗവൺമെൻറ് അസറ്റുകളെല്ലാം റെഡ്യൂസ് ചെയ്യുന്നു. അവിടെ കുറേ ബാധ്യതകൾ ഉണ്ടാക്കുന്നു. അതായത് ഗവൺമെൻറ് ബാധ്യത ഉണ്ടാക്കുന്നു. കൂടാതെ ഗവൺമെൻറ്റിൻ്റെ ഉള്ള അസറ്റുകൾ അല്ലെങ്കിൽ ആസ്തികളെല്ലാം കുറയ്ക്കുന്നതുമായി വരുമാനത്തെ എന്ന് പറയാം? മൂലധന വരുമാനം എന്ന് പറയുന്നത്. ഉദാഹരണമാണ് ഷെയറുകളെല്ലാം സെയിൽ ചെയ്യുക, ഓഹരികളൊക്കെ വിറ്റഴിക്കുക, ബാങ്ക് കടമെടുക്കുക. അതൊക്കെ എന്താ? ഉള്ള ബാധ്യത കൂട്ടുകയല്ലേ ചെയ്യുന്ന. കടമെടുക്കുക പറഞ്ഞാൽ എന്താ? ഗവൺമെൻറ് ബാധ്യത ഉണ്ടാവുകയാണ് അല്ലേ. ഗവൺമെൻറ് ഓഹരികളെല്ലാം വിറ്റഴിക്കുക പറഞ്ഞാലോ ഉള്ള ആസ്തികളെല്ലാം നശിപ്പിക്കുകയാണ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള വരുമാനത്തെ എന്ത് പറയാം? മൂലധന വരുമാനങ്ങളെന്ന് പറയാം. ഇതാണ് ബജറ്റും എന്ന് പറഞ്ഞപ്പെട്ട ടോപ്പിക്ക്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.